ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാലക്കാടാണുള്ളത്. പാലക്കാട് നമ്മുടെ സാദിഖ് ഭായിയുടെ കൂടെയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചെയ്യുന്ന ഒരു സർവീസാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ഫാം ഇല്ല, പശു ഫാം ഇല്ല. നമ്മൾ പശുക്കളെ ആവശ്യമുള്ളവർ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ പശുക്കൾ, നല്ല പശുക്കളുള്ള ഫാമുകളിൽ കൊണ്ടുപോയിട്ട് അവരെ വാങ്ങാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നപ്പോൾ പലരും ചോദിച്ചു പശുക്കളുടെ ഫോട്ടോ എടുത്ത് അയക്കാമോ, അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റത്തില്ല. കാര്യം ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങാനൊക്കെ ചെല്ലുമ്പോൾ ആ പശുക്കൾ വിറ്റുപോയിരിക്കും. പിന്നെ റേറ്റ് പലപ്പോഴും റേറ്റിൽ വേരിയേഷൻ വരാം. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കണ്ടിട്ട് പശുവിനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് പിന്നെ അതിന് റേറ്റ് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കേണ്ടത്. 60,000, 65,000 മുതൽ 1,00,000 മുകളിൽ 1,00,000 ഒക്കെ വിലയുള്ള പശുക്കൾ വിവിധ ഫാമുകളിലുണ്ട്. അപ്പോൾ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശുക്കൾ ഏതാണോ, കുറഞ്ഞതാണെങ്കിൽ കുറഞ്ഞത്, അപ്പോൾ കൂടുതൽ പാല് കിട്ടുന്നതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിലയാകും. അങ്ങനെയുള്ള പശുക്കളെ നിങ്ങൾക്ക് വാങ്ങാനുള്ള ഹെൽപ്പെല്ലാം ഞങ്ങൾ ചെയ്തു തരും. നല്ല പശുക്കളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. പശുക്കളെ വാങ്ങി വണ്ടിയിൽ ലോഡ് ചെയ്യുന്നത് വരെ ഞങ്ങളും കൂടെ ഉണ്ടാവും. അപ്പോൾ അതുവരെയുള്ള ഒരു സർവീസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും. പരമാവധി ബാർഗെയിൻ ചെയ്ത് പശുക്കളെ വാങ്ങിത്തരികയും ചെയ്തു. HF മോഴ പശുവാണ്. നല്ല വലുപ്പവും കാര്യങ്ങളും ഉള്ള പശുവാണ്. കുട്ടികൾ ഇതേപോലെ വലുപ്പം വെക്കും. മാട് കൊണ്ടുപോകുന്നവർ വീണ്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് മാട് വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതിലാണ്ട് വേറെ അവന്റെ ഇതിൽ കോൺടാക്ട് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളിന്ന് മാട് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു ഫാമിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾക്ക് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കുന്നത്. ദിവസം ഒരു 50, മിനിമം ഒരു 50 പശുക്കളെങ്കിലും നിങ്ങൾക്ക് കണ്ടിട്ട് അതിന് ഇഷ്ടപ്പെട്ട പശുക്കളെ 3-4 പശുക്കളെ വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ 50-60 പശുക്കളെ നമ്മൾ കാണിച്ചു തരും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുയോജ്യമായ നിങ്ങളുടെ മനസ്സിന് തൃപ്തിപ്പെട്ട പശുക്കൾ എടുത്താൽ മതി. എല്ലാ പശുവും ഒന്നിനൊന്നിനും മെച്ചമുള്ള പശുക്കൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതേപോലെ തന്നെ കറക്കാനും കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ബക്കറ്റ് താഴത്ത് വെച്ച് ധൈര്യത്തിൽ കറക്കാം. ഒരു പോടിയും വേണ്ട. ചെറിയ കുട്ടികൾക്ക് പോലും കറക്കാം. തൊടാനും പിടിക്കാനും നമ്മുടെ ഇടപഴകാനും ഒരു കുഴപ്പമില്ലാത്ത പശുവാണ്. കണ്ടില്ലേ, ഒരു ചവിട്ടിലോ കൊത്തിലോ ഒന്നുമില്ല പശു. നല്ല ഇണക്കമുള്ള പശുക്കളാണ്. അതായത് കുട്ടി ഇതിനെക്കാട്ടി നല്ല ചന്തമുള്ള കുട്ടിയാണ്. നല്ല ബ്രീഡ് പശുവാണ്. നല്ല അടിപൊളി പശുവാണ്. 20 ലിറ്റർ പാല് എന്നാണ് ഫാമുകാർ 20 ലിറ്റർ എന്നാണ് പറയുന്നത്. 20 ഫാമുകാർ പറയുന്നുണ്ടല്ലേ? പറയുന്നുണ്ട് 20 ലിറ്റർ പറയുന്നുണ്ട്. 1-2 ഒക്കെ കൂടിയ കുറഞ്ഞിരിക്കും. നമ്മളിപ്പോ കൊണ്ടുപോകുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ച് 1-2 കുറയും, അല്ലെങ്കിൽ കൂടും. നമ്മള് കൊടുക്കുന്ന ഫുഡിനനുസരിച്ചായിരിക്കും എന്റെ ഒരു പാലിന്റെ അല്ലേ? അതെ. ഫുഡിനനുസരിച്ചായിരിക്കും നമ്മുടെ പാലിന്റെ അത്. ഇവിടെ ഫാമിൽ തന്നെ കൊടുക്കുന്ന ഫുഡുകളും കാര്യങ്ങളും ഒക്കെ ഒരു ഡീറ്റെയിൽസ് തരുന്നതിന്. ഇതിപ്പോ കണ്ട പോലെ തന്നെ ഒരു നല്ലൊരു പശുവാണ്. ഇത് വന്നിട്ട് ഇപ്പോ ജേഴ്സി HF ക്രോസ് ആണ് പശു. ഇതും അതേപോലെ ഇപ്പോ നമ്മുടെ ഫാമുകാരൻ പറയുന്നുണ്ട് 20 ലിറ്റർ കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു പാല് പ്രതീക്ഷിക്കാം. വലിയൊരു പശുവാണ്. ഇതൊരു തേർഡ് ലാക്ടേഷൻ ആയിരിക്കും, മൂന്നാമത്തെ പ്രസവം. അതെ, മൂന്നാമത്തെ പ്രസവമാണ് പശു. ഇതിന്റെ കൊമ്പും കാര്യങ്ങളും വീട്ടിൽ നിർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി പശുവാണ്. 20 ലിറ്റർ പാല് കൺഫേം പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ 1-2 ലിറ്റർ കുറയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു 16 മുകളിൽ കിട്ടും. 16 മുകളിൽ എന്തായാലും കിട്ടും. 16 മുകളിൽ എന്തായാലും പാല് കിട്ടും. ഫാമരം പറഞ്ഞാൽ 20 ലിറ്റർ കിട്ടുന്ന പറയുന്നത്. എന്തായാലും 1-2 ലിറ്റർ കുറയാനോ കൂടാനോ ചാൻസ് ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റ് കൊണ്ടുപോകുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് അനുയോജ്യമായി കഴിഞ്ഞാൽ നല്ലൊരു പശുവാണ്. ഇപ്പൊ 3ാമത്തെ പ്രസവമാണ് പശു. ഇനിയും പാല് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് പശു. ഒരിക്കലും നമ്മുടെ മാട്ടിന്റെ പൊക്കോ വലുപ്പോ അനുസരിച്ചിട്ട് പാല് കൂടുതൽ കിട്ടും. പാലിന്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പൊക്കവും വലുപ്പവും കുറച്ച് കുറവാണ്, എന്നാലും പാലിന്റെ ഒരു കുറവുമില്ല. ഇതിനിപ്പോ 3ാമത്തെ പ്രസവം കഴിഞ്ഞ് നിൽക്കുകയാണ് പശു. നല്ല പശുവാണ്. ഇനിയും അത് സുഖസുന്ദരമായിട്ട് ഇനിയും 2 ബ്രീഡ് സുഖമായി പ്രസവിക്കും. നല്ല മടിക്കാമ്പും കാര്യങ്ങളൊക്കെ നല്ല മടിയുള്ള പശുവാണ്. നല്ല മടിയും കറക്കാൻ നല്ല സുഖമാണ്. കാമ്പ് പിടിക്കാനും കറക്കാനും നല്ല സുഖമാണ്. എന്താണെങ്കിലും തിന്നളയും. എവിടെ നിന്നാണെങ്കിലും നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് തിന്നളയും. നമുക്ക് കൈത്തീറ്റ കൊടുക്കുന്നത് കുറവായി. അതേപോലെ തന്നെ ഇത് കുറച്ച് പൊക്കവും വലുപ്പം കുറവാണ്. എന്നാലും പാല് നമ്മൾ ഈ പൊക്കവും വലുപ്പവും അനുസരിച്ച് ഒരിക്കലും പാല് കണക്കാക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഈ ശരീരം ഇല്ലാത്ത പശുവിനായിരിക്കും കൂടുതൽ പാല് കിട്ടുക. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശരീര പ്രകൃതി അതാണ്. ഒരു ജേഴ്സി പശു കുട്ടി എന്ന് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കുത്തിവെച്ച് ചെന പിടിച്ചിട്ടേ ഉള്ളൂ. ഫസ്റ്റത്തെ പ്രസവമാണ്. അപ്പോഴും ഇതിന് പൊക്കവും വലുപ്പവും കാര്യങ്ങളും ഇപ്പൊ നല്ലൊരു പശുവായി മാറും. പിന്നീട് 2ാമത്തെ പ്രസവം 3ാമത്തെ പ്രസവം കഴിയുമ്പോൾ നല്ലൊരു 15 ലിറ്ററിന്റെ മുകളിൽ 20 ലിറ്റർ വരെ പാല് കറക്കാൻ പറ്റിയ പശുവാണ്. ഇപ്പൊ ഇത് കുത്തിവെച്ച് ചെന 4 മാസം ചെനയാണ് ഇപ്പൊ ഇതിന്. അതേപോലെ കാമ്പ് ഇപ്പോൾ മടി ഇടണേ ഉള്ളൂ. 4 മാസം ആയിട്ടേ ഉള്ളൂ. 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മടിയും കാര്യങ്ങളൊക്കെ സെറ്റാവും.
അതിൻ്റെ കൊമ്പും കാര്യങ്ങളും അതിൻ്റെ മുഖവും അതിൻ്റെ ചന്തവും കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പശുവാണ്.